പത്മരാജ സാറൊക്കെ നമ്മുടെ പപ്പേട്ടനൊക്കെ നമുക്ക് നൽകിയ സിനിമകൾ കാണുമ്പോൾ ഇന്നത്തെ സിനിമയ്ക്ക് എന്ത് കോപ്പാണെന്ന് നമുക്ക് തോന്നിപ്പോകും. തൂവാനത്തുമ്പികളൊക്കെ എടുത്ത് നമ്മളിപ്പോൾ കാണാതിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം കണ്ടാലും ആ സിനിമ നമ്മൾക്ക് മടുപ്പുളവാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എത്ര രസമാണ് ആ സിനിമയൊക്കെ പത്മരാജ സാറ് എടുത്തു വച്ചിരിക്കുന്നത്. ഇന്നും ഓരോ കാലം കഴിയുമ്പോഴും അത് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നല്ല മധുരമുള്ളൊരു കാവ്യം പോലെ അത്ര മനോഹരമായിട്ടാണ് പപ്പേട്ടൻ തൂവാനത്തുമ്പികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലാരയും മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണനും രാധയും ഒക്കെ തന്നെ കാലങ്ങൾക്കതീതമായി നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പത്മരാജ സാർ നമുക്ക് നൽകിയ ആ സിനിമയുടെ മാധുര്യം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കാലങ്ങൾക്കപ്പുറം തൂവാനത്തുമ്പികൾ എന്ന സിനിമ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്മരാജൻ എന്ന ആ വലിയ മനുഷ്യൻ്റെ കഴിവാണ്. ഇന്നത്തെ പല സംവിധായകരും കണ്ടു പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ് പപ്പേട്ടൻ അഥവാ പത്മരാജ സാർ എന്ന വലിയ മനുഷ്യൻ. പപ്പേട്ടൻ്റെ പടങ്ങൾ എടുത്ത് തന്നെ നോക്കൂ. ഇന്നത്തെ സംവിധായകർ ചെയ്തു വയ്ക്കുന്ന പല പടങ്ങളും ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പടം കാണാൻ പോലും തോന്നില്ല. കാരണം അതൊന്നും നമുക്കൊന്നും തരുന്നില്ല. നമ്മുടെ മനസ്സിൽ കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന ഒരു ഓർമ്മ പോലും തരുന്നില്ല. പപ്പേട്ടൻ്റെ സിനിമകളെ നമ്മൾ ആലോചിച്ച് നോക്കി. തൂവാനത്തുമ്പികളാണേലും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളാണേലും, ഇന്നലെയാണേലും, ദേശാടനക്കിളി കരയാറിലാണേലും, ഒരിടത്തൊരു ഫയൽവാനാണേലും, എല്ലാ സിനിമകളും, മൂന്നാം പക്കാണേലും, ഞാൻ ഗന്ധർവനാണേലും ഒക്കെ മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കുന്ന സിനിമകളാണെന്നുള്ളതാണ് സത്യം. എത്ര കാലം കഴിഞ്ഞാലും ആ സിനിമകളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്നും തൂവാനത്തുമ്പികളോ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളോ ഒക്കെ ടി വിയിൽ വരുമ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ വേണ്ടി ടി വിയുടെ മുന്നിൽ കുത്തിയങ്ങിയിരിക്കും. എത്ര പ്രാവശ്യം കണ്ടാലും ആ സിനിമയൊന്നും നമ്മളെ മടുപ്പിക്കുന്നില്ല എന്നാണ് സത്യം. തൂവാനത്തുമ്പികളൊക്കെ നമ്മൾ കാണാനിരുന്നാൽ ആ സിനിമ കഴിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. ഒരു പ്രത്യേകതരം മായാലോകത്തിലകപ്പെട്ട പോലെ ആ സിനിമയുടെ മാസ്മരികമായ ആ തലത്തിലൂടെ നമ്മൾ അറിയാതെ സഞ്ചരിച്ചു പോവുകയാണ്. ക്ലാരയ്ക്കൊപ്പം നടന്നും രാധയോട് കൂട്ടുകൂടിയും മണ്ണാർത്തൊടിയിലെ ആ പറമ്പ മുഴുവൻ കറങ്ങി നടന്നുമൊക്കെ നമ്മൾ ആ സിനിമയിൽ ലയിച്ചങ്ങ് പോവുകയാണ്. എന്ത് രസമല്ലേ ആ സിനിമയൊക്കെ കാണാൻ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിൻ്റെ ആ മ്യൂസിക്കൊക്കെ, ആ പശ്ചാത്തല സംഗീതമൊക്കെ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. നല്ല വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് ആ സിനിമയൊക്കെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇന്നലെയുടെ ക്ലൈമാക്സും അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ രാത്രി സീനുകളും ഒക്കെ തന്നെ, ആ മുന്തിരിത്തോപ്പുകളും ആ രാത്രി സീനുകളും ഒക്കെ തന്നെ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മധുരമുള്ള ഓർമ്മകളാണ്. പപ്പേട്ടൻ എന്ന ആ വലിയ പ്രതിഭ കടന്നുപോയിട്ട് കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നമ്മുടെ എല്ലാം മനസ്സിൽ ആ സിനിമകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പപ്പേട്ടൻ എന്ന ആ വലിയ പ്രതിഭ നമുക്ക് സമ്മാനിച്ച ആ വലിയ ഭാഗ്യം എത്രയോ വലുതാണ്.